ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC +1 +2 വിദ്യാർത്ഥികളെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഓണപരീക്ഷ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നടത്തുന്നത്. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പകരം സ്കൂൾ അധ്യാപകർ തന്നെ ചോദ്യപേപ്പർ ഇട്ടുകൊണ്ട് എക്സാം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കത് കൃത്യമായിട്ട് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. കറക്റ്റ് നിങ്ങൾ കാണുന്നെന്ന് വിചാരിക്കുന്നു. 1 മുതൽ 12 വരെ ക്ലാസ്സുകൾ ഒറ്റ യൂണിറ്റായാണ് കാണുന്നതെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഓണപരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ നൽകുന്നതിൽ വിവേചനം. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്കുള്ള ചോദ്യപേപ്പർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് തയ്യാറാക്കി അച്ചടിച്ച് നൽകുമ്പോൾ +1 +2 ക്ലാസ്സുകളിലേക്കുള്ളവ അധ്യാപകർ സ്വയം തയ്യാറാക്കി അച്ചടിച്ചോളാനാണ് നിർദ്ദേശം. അതായത് +1 +2 പരീക്ഷ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും സ്കൂളുകാർ തന്നെ നേരിട്ട് നടത്തൂ, ഞങ്ങൾ ചോദ്യപേപ്പർ നൽകുന്നില്ല. ഈ കൊല്ലത്തെ ഓണപരീക്ഷയ്ക്ക് മുന്നോടിയായി 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ വിവര ശേഖരണം നടത്തിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയിലെ ചോദ്യപേപ്പർ സ്കൂൾ തലങ്ങളിൽ അധ്യാപകർ തയ്യാറാക്കണമെന്നത് വിവേചനമാണെന്ന വിമർശനവുമായി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അധ്യാപക സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇത് ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലാസ് എടുക്കുന്ന അധ്യാപകർ തന്നെ ചോദ്യപേപ്പർ തയ്യാറാക്കിയാൽ പരീക്ഷയുടെ ഗൗരവവും നിലവാരവും നഷ്ടമാകുമെന്ന അഭിപ്രായം പ്രിൻസിപ്പൽമാരുടെ സംഘടന ഉന്നയിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ തയ്യാറാക്കൽ അധ്യാപക സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്ന രീതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. അതിനു പരിഹാരമായാണ് സ്കൂൾ തലത്തിലെ ചോദ്യപേപ്പർ എന്ന നിർദ്ദേശം വന്നത്. സംഘടനകളുടെ ചോദ്യപേപ്പർ ഉപയോഗിച്ചാൽ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കൂടി സർക്കാർ നേരിട്ട് ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം ചെയ്യണമെന്ന് കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ വിദ്യാഭ്യാസ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഈ വർഷത്തെ ഓണപരീക്ഷ SSLC വരെയുള്ള കുട്ടികൾക്ക് നേരിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പാദവാർഷിക പരീക്ഷ എന്ന പേരിൽ ചോദ്യപേപ്പർ സ്കൂളുകളിലേക്ക് എത്തും. എന്നാൽ +1 +2 കുട്ടികളോ, അവരുടെ പരീക്ഷ ഏത് സ്കൂളാണോ ആ സ്കൂൾ എന്ത് ചെയ്യുക, നേരിട്ട് നടത്തുക. ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ അങ്ങ് നടത്തിയേക്കുക. ഇതെനിക്ക് തോന്നുന്നു പാരൻസിൻ്റെ കണ്ണിൽ പൊടിയിടുന്നതാണോ, അല്ലെങ്കിൽ പരീക്ഷകൾ നടത്തുന്നില്ല എന്ന് ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഉള്ളൊരു പരിപാടിയാണോ, എന്തോ ആയിക്കോട്ടെ. എന്താണെങ്കിലും ഇത് +1 +2 കുട്ടികളെ വല്ലാതെ അലട്ടും. ഒരു പരീക്ഷയെ സീരിയസ് ആയിട്ട് കാണാൻ ഇതിന് കഴിയില്ല. കാര്യം ടീച്ചേഴ്സ് ഇടുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട്, ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, ഫ്രഷ് ചോദ്യങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മുന്നിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകേണ്ടിയിരുന്നത് നല്ല അടിപൊളി പേപ്പറായിരുന്നുവെങ്കിൽ ഈ വർഷവും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് നടത്തട്ടെ എന്നാണ് പറയുന്നത്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ശരി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. SSLC ആവട്ടെ, +1 ആവട്ടെ, +2 ആവട്ടെ, നിങ്ങൾക്ക് ഓണപരീക്ഷയല്ലേ നേരിട്ട് നടത്താത്തത്, ക്രിസ്മസ് പരീക്ഷ നേരിട്ട് നടത്തുമല്ലോ, മോഡൽ എക്സാം നേരിട്ട് നടത്തുമല്ലോ, മെയിൻ എക്സാം എന്തായാലും എഴുതണമല്ലോ. നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാൻ നല്ലൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. ഗൈഡൻസിൽ ഏറ്റവും പ്രധാനം ഗൈഡുകളാണ്. SSLC കുട്ടിയാണെങ്കിൽ SSLC ഷുവർ A+ ബുക്ക്, +1 +2 കുട്ടികളാണെങ്കിൽ +1 +2 ഷുവർ A+ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാം. ഒന്ന് നോക്കിയടാ, +1-ലെ ഈ 3 മോഡ്യൂൾ ബുക്കുകൾ മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് സയൻസ് വിഷയങ്ങളിൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇപ്പോഴത്തെ റേറ്റ് 1450 രൂപയാണ്. ബാച്ചിൽ ഒരു വർഷത്തെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ബെൻടൺ ബാച്ചിലോ ന്യൂട്ടൺ ബാച്ചിലോ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 1250 രൂപ മാത്രമേ മെറ്റീരിയൽസിന് വരുന്നുള്ളൂ. ഓക്കെ, ഇനി അതല്ല, SSLC-യിലെ ഈ 2 ബുക്കുകൾ മാത്രം മതി 5 വിഷയങ്ങളിൽ ഫുൾ മാർക്ക് ലഭിക്കാൻ എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ആ 2 പുസ്തകങ്ങൾ ലഭിക്കണമെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്, 699 രൂപ മാത്രമാണ് അതിൻ്റെ പ്രൈസ്. ഇനി ഇതല്ല, നിങ്ങൾ നമ്മുടെ ബെൻടൺ ബാച്ചിലോ ന്യൂട്ടൺ ബാച്ചിലോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 599 രൂപ മാത്രമാണ് പുസ്തകത്തിനുള്ള. ബുക്ക് നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയുടെയും ചോദ്യങ്ങൾ
പെർഫെക്റ്റ് ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ കാണാൻ പോകുന്ന അതേ ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്തുകൊണ്ട് 2 മൊബൈൽ നമ്പറുകൾ പോകുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഷുവർ എ പ്ലസ് ബുക്ക് ഈ 62 82 66 30 09 എന്ന് പറയുന്ന മൊബൈൽ നമ്പർ ഷുവർ എ പ്ലസ് ബുക്കിനും, ഇനി അതല്ല നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നേരെ താഴെയുള്ള മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ. നിങ്ങളുടെ മെസ്സേജുകൾക്കായി കാത്തിരിക്കുന്നു. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.